പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രവിക്കുന്ന വ്യക്തിജീവിതങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം മെഫിബോശേത്ത്. മെഫിബോശേത്തിനെ പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ശൗലിൻ്റെ മകനായ യോനാഥാൻ്റെ മകനായിരുന്നു മെഫിബോശേത്ത്. ഫിലിസ്ത്യരും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധത്തിൽ അവൻ്റെ പിതാവ് യോനാഥാൻ നഷ്ടപ്പെട്ടു, മരണമടഞ്ഞു. അതുപോലെ തന്നെ ശൗലും മരണമടയുവാനിടയായി തീർന്നു. എങ്കിൽ ഈ വാർത്ത കേട്ട യോനാഥാൻ്റെ ധാത്രി മെഫിബോശേത്ത് 5 വയസ്സുള്ള ഈ കുഞ്ഞുമായിട്ട് ഓടുന്ന ഓട്ടത്തിലാണ് ആ കുഞ്ഞ് വീണ് അതിൻ്റെ 2 കാലും മുടന്താകുവാനിടയായി തീർന്നത്. പിന്നീടുള്ള വളർച്ചയിൽ ആ മെഫിബോശേത്ത് ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതം സകലതും അസ്തമിച്ചു. ഇനി എന്നിൽ കൂടെ പ്രത്യേകിച്ച് അവനിൽ കൂടെ ആ മുടന്തനായ കുഞ്ഞിനെ കൂടെ അവൻ്റെ ജീവിതത്തിൽ കൂടെ ഒന്നും നേടുവാൻ കഴിയത്തില്ല. അപ്രകാരം അവനെ തന്നെ ഒരു വിധി എഴുതി വെക്കുവാനിടയായി തീർന്നെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തിന് മെഫിബോശേത്തിനോട് തോന്നിയ ദയ, കരുണ, വിശ്വസ്തത, സ്നേഹത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു നിമിഷം ദാവീദിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ട് ദാവീദ് ഇപ്രകാരം തൻ്റെ സീബ രാജാവിനോട് ഇപ്രകാരം ചോദിച്ചു, ഞാൻ യഹോവയുടെ ദയ നിമിത്തം, ഇല്ലെങ്കിൽ തൻ്റെ സുഹൃത്തായിരുന്ന യോനാഥാൻ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മെഫിബോശേത്തിനെ പറ്റി പറയുവാനും പെട്ടെന്ന് അവനെ ആ കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. കടന്നു വന്ന മെഫിബോശേത്തിനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കൂ. രാജകീയ ഭക്ഷണങ്ങളും രാജകീയ പദവികളും ആ മെഫിബോശേത്തിന് അവിടെ വെച്ച് ലഭിക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, അവൻ്റെ പിതാവിൽ നിന്ന് തട്ടിയെടുത്ത വസ്തുക്കളൊക്കെ അവന് മടക്കി കൊടുത്ത് അവനത് ചെയ്തെടുക്കുവാനുള്ള പ്രാപ്തിയില്ല, ബിക്കോസ് ഓഫ് അവൻ്റെ മുടന്ത് കാരണം. എങ്കിലും അതിനും ഉള്ള വ്യക്തികളെ അവന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാ ആനുകൂല്യങ്ങളും അവന് വേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. അപ്പോൾ മെഫിബോശേത്ത് ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ചത്ത നായെപ്പോലെ ആയിരിക്കുന്ന എന്നോട് ദയ തോന്നുവാൻ, എന്നെ കടാക്ഷിക്കുവാൻ ഞാൻ എന്തുമാത്രമുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മളുടെ ജീവിതം സകലതും അസ്തമിച്ചു, നമുക്കിനി ഒരു മുന്നേറ്റമില്ല, നമ്മുടെ മുമ്പിലുള്ള എല്ലാ വഴികളും അടഞ്ഞു. എങ്കിൽ നീ ഒരു ദൈവ പൈതലാണോ? ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലാണോ? ദൈവത്തിന് ദയ തോന്നുകയാണെങ്കിൽ നമ്മൾ അറിയാത്ത മേഖലകളിൽ, അറിയാത്ത വ്യക്തിത്വങ്ങളിൽ കൂടെ, അറിയാത്ത സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെന്ന്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവം ചിലപ്പം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചില്ലെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തി ജീവിതങ്ങളെ നമ്മൾക്ക് വേണ്ടി ഇറക്കി, നമുക്ക് വേണ്ടി അനുകൂലമായ വാതിലുകളെ ഒരുക്കി തന്ന് ശ്രേഷ്ഠമേറിയ പദവിയിൽ കൂടെ നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. നമ്മുടെ ദൈവം ദയുള്ള ദൈവമാണ്, മഹാദയാലുവാണെന്ന് ഒരിക്കൽ കൂടെ ഈ മെഫിബോശേത്തിൻ്റെ ചരിത്രത്തിൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അവൻ സകലതും ആരുമില്ലാത്തവനായി വളർന്നു. എങ്കിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ, അതാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ളത്, നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ സമയം. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ദൈവം വാതിലുകളും വഴികളും തുറന്നു. എന്നെയും നിന്നെയും മാനിക്കുന്ന ഒരു ദൈവമെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വാക്കുകൾ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.